ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വർക്ക് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുപ്പി ഓൾറെഡി ഞാൻ വൈറ്റ് ടെക്സ്ചർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വെറും പെയിൻറ്റല്ല, ടെക്സ്ചറാണ്. നെക്സ്റ്റ് നന്നായി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അത്. സോ ക്യാമലിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതിനുശേഷം അതിലേക്ക് ഇതുപോലൊരു ഇമേജ് നമ്മൾ ട്രേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഇമേജ് ഞാനൊരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിൽ നമ്മൾ നന്നായിട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക പെൻസിൽ. പിന്നെ നമുക്കത് അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് വരച്ചു കൊടുത്താൽ മതി, ആ ഇമേജിൻ്റെ മുകളിൽ കൂടെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇംപ്രഷൻ പുറകിൽ പറ്റും. നമ്മുടെ കാർബൺ പേപ്പർ വർക്ക് തന്നെയാണ്. കാർബൺ പേപ്പർ ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണിത്. പിന്നെ ഇത് റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഇംപ്രഷൻ അവിടെ പറ്റും. പക്ഷേ ആ പെൻസിലിൻ്റെ പാച്ചസ് വീഴുമല്ലോ ആ സ്ക്രാച്ച് ചെയ്ത്, അത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള റബ്ബർ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ വർക്കിനൊക്കെ സെപ്പറേറ്റ് റബ്ബർ ഒക്കെ കരുതുക. നെക്സ്റ്റ് നമുക്കിനി അതിലേക്ക് പെയിൻറ്റ്, അപ്പം ഫേസ് ഒക്കെ ചെയ്യുമ്പം പരമാവധി ആദ്യമേ വൈറ്റോ സ്കിന്നോ ഒക്കെ വെച്ച് വേണം ബേസ് കൊടുക്കാൻ. അതിനുശേഷമേ നമുക്ക് അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ഷെയ്ഡൊക്കെ കൊടുക്കാവൂ. അപ്പം ഇതിന് നമ്മൾ യെല്ലോയിഷും പിന്നെ ബ്രൗണും ഒക്കെയാണ് ഷെയ്ഡ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷായി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുടി, കണ്ണ്, പിരികം, ചുണ്ട്, ഇതിനൊക്കെ ബ്ലാക്കും റെഡും ഒക്കെയാണല്ലോ. ഞാനത് ഓൾറെഡി സെറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക്. നല്ലൊരു കളർ ഡ്രസ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഡ്രസ്സ് എടുക്കുമ്പം നമ്മുടെ കുപ്പിക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണോ കൊടുക്കുന്നത് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വേണം നമ്മൾ ഡ്രസ്സിന് എടുക്കാൻ. സോ ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ എടുത്തത്, കാരണം ഞാൻ പച്ചയാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ഇങ്ങനെ ഒന്ന് അടിച്ചതിന് ശേഷം ഈ ടെക്സ്ചറിൻ്റെ മുകളിലേക്ക് നമ്മൾ കളർ കൊടുക്കുമ്പം നല്ലൊരു ഫിനിഷ് ആയിരിക്കും. വെറുതെ പെയിൻ്റ് അടിച്ച് കൊടുത്താൽ ബ്രഷ് സ്ട്രോക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ഡാബ് ചെയ്താലും മതി. ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമേജിൻ്റെ അടുത്തേക്ക് വരുമ്പം കനം കുറഞ്ഞ ബ്രഷ് വെച്ച് നല്ല അതിൻ്റെ വൃത്തിക്ക് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ നമ്മൾ വരച്ചതിന് മുകളിലേക്ക് ഈ കളർ വീണാൽ നമ്മൾ ഇത്രയും വർക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് വർക്കാണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ക്രാഫ്റ്റ് ഓർണമെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു കുട്ടിയുടെ ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഇതുവരെ ഉള്ള നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് നമുക്കിനി ബോട്ടിലിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അവൈലബിൾ എന്താണോ ഉള്ളത്, ലേസോ അല്ലെങ്കിൽ ബീഡ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് എന്ത് വേണേലും വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെക്കോപാജാണ് ചെയ്യുന്നത്. ഡെക്കോപാജ് പ്രോസസ്സ് അറിയാം, പശയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. അത് പേപ്പറോ തുണിയോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കാം. ബ്ലെൻഡിങ് പ്രോസസ്സാണ്. ആ ഒരു ഏതൊരു ടെക്സ്ചറിലേക്ക് ഈസിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെക്കോപാജ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു നെറ്റിൻ്റെ സിൽക്ക് തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സിലിക്കോൺ മൗൾഡ് ഉണ്ടാവുമല്ലോ, ഈ ക്ലേ ഒക്കെ നമുക്ക് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലൊരു ക്ലേ വർക്ക് ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഡാർക്ക് ഒരു ബ്ലൂ കളറ് നമ്മൾ കളർ ചെയ്തിട്ട് അതിലേക്ക് ഗോൾഡൻ ടെക്സ്ചർ, നമ്മുടെ ഗോൾഡൻ പൗഡർ റെസ്റ്റ് ചെയ്ത് കൊടുക്കായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡെക്കർ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് കുറേ കഴിയുമ്പം ഈ പാച്ചസൊക്കെ വീണ് കേടായി പോകും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.